നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയ പറയുന്നുണ്ട്, രാഖി അങ്ങനെ ജയിക്കാൻ വിടരുതെന്നും നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നും നീ രാജീവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നൊക്കെ ശ്രീജയോട് പറയുന്നു. പിന്നീട് രാജീവനാണെങ്കിൽ രാത്രിയിൽ പുറത്ത് നിന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഖി പിന്നിൽ കൂടെ വന്ന് പേടിപ്പിക്കാൻ നോക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാണെന്ന് രാജീവൻ ചോദിക്കുമ്പോഴത്തേക്കേ അല്ല, എന്തോ കൂലങ്കഷമായി ആലോചിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് വന്നതാണെന്ന് രാഖി പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ പഴയ കാലങ്ങളെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായ കരിദിനങ്ങളെ പറ്റിയിട്ടാണ് ഓർത്തുകൊണ്ടിരുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഖിയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, ഞാൻ രാജീവേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചല്ലേ, ആ വിഷമമൊക്കെ അല്ലേ രാജീവേട്ടനെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്നും എനിക്കിനി രാജീവേട്ടനെ പിരിയാനായിട്ട് സാധിക്കത്തില്ലെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഖിയുടെ അടുക്കിലേക്ക് രാജീവേട്ടൻ വന്ന് പറയുന്നുണ്ട്, നീ എന്ത് പ്രായശ്ചിത്തം ചെയ്യുമെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് രാജീവേട്ടനല്ലേ പറയേണ്ടതെന്ന് പറയുന്നു. പിന്നീട് രാഖിയുടെ കണ്ണുകളിലേക്ക് നോക്കി രാഖിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഈ കണ്ണിൽ ഇപ്പം എനിക്ക് ആ സ്നേഹം തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതിലൊരളവ് പോലും കുറയാതെ എന്നും എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ രാഖിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. രാഖിയുടെ അസുഖത്തെ പറ്റിയിട്ടാണ് അപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ പഴയ കാലങ്ങളും ഇപ്പോൾ തിരിച്ചു വന്നു. ഇനി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ബെഡ്റൂമിലെ കാര്യങ്ങൾ മാത്രമാണെന്ന് ഇങ്ങനെ രാഖിയോട് പറയട്ടോ ചെയ്യുന്നത്. ഈ രാജീവേട്ടൻ്റെ കാര്യം ഇങ്ങനെ അനാവശ്യങ്ങൾ പറയാതെ, കുട്ടികളൊക്കെ വളർന്നു, ഇനി അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ ഉറങ്ങിക്കാണും, നമുക്കിപ്പോൾ ബെഡ്റൂമിലേക്ക് പോകാമെന്ന് പറയട്ടോ ചെയ്യുന്നത്. നമ്മുടെ ജീവിതം പഴയതുപോലെ ആവണ്ടേ, ഇപ്പം നമ്മൾ കുറച്ച് ചെറുപ്പമായി എന്നാണ് തോന്നുന്നത്, പ്രായമൊക്കെ കുറഞ്ഞതുപോലെയുണ്ട്, ഇങ്ങോട്ട് വന്നേ രാഖി എന്നും പറഞ്ഞുകൊണ്ട് രാഖിയെ പിടിച്ച് വലിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാജീവനും രാഖിയും തമ്മിലുള്ള പ്രണയമാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ രാജീവൻ ബെഡിൽ ഇങ്ങനെ രാഖിയെ കിടത്തുന്നു. എന്നിട്ട് ചേർന്ന് കിടക്കുകയാണ് രാജീവൻ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ആദ്യരാത്രിയെക്കുറിച്ചൊക്കെ താനിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഒരു നിമിഷത്തിലേക്കാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ കണ്ണിലൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാഖിയെ പതുക്കെ ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് താഴേക്ക്. അപ്പോൾ ഉടനെ തന്നെ രാജീവേട്ടാന്നൊരു വിളിച്ചിട്ട് രാഖി ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്, ഷാരി ഇപ്പോൾ എവിടെയായിരിക്കും എന്ന് ചോദിക്കുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന രാജീവൻ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. വീണ്ടും രാഖിയുടെ മനസ്സിൽ സംശയങ്ങൾ തുടങ്ങിയോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. പഴയതൊന്നും രാഖി മറന്നിട്ടില്ലയോ എന്നുള്ളതൊക്കെ രാജീവൻ ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്. ചാടി എണീക്കുന്നുണ്ട് രാജീവൻ. ഇനി എന്തിനാ ഇപ്പോൾ ഈ കാര്യം ചോദിച്ചതെന്ന് ചോദിക്കുന്നു. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചതാണ്, രാജീവേട്ടൻ പറഞ്ഞല്ലോ പഴയ കാലത്തിലേക്ക് പോയിന്ന്, അപ്പോൾ നമ്മൾ ചെറുപ്പമായിന്ന്, അപ്പം ഞാനെൻ്റെ കൂട്ടുകാരെക്കുറിച്ചൊന്നും ഓർത്തോന്നേ ഉള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇപ്പം രാഖി ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ്, എങ്ങനെയെങ്കിലും ശാരിയെ കൂട്ടിക്കൊണ്ട് വരണമെന്നും രാജീവൻ്റെ ഭാര്യയാക്കി കൊടുക്കണമെന്നൊക്കെ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. രാജീവേട്ടനെ ശാരിക ഇഷ്ടമാണെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കട്ടെ, ശാരികയാകുമ്പോൾ കുട്ടികളെ നല്ലതുപോലെ നോക്കുമെന്നൊക്കെയുള്ളൊരു ചിന്ത രാഖിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ എന്താ, നീ സത്യം പറ, നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് രാഖിയെ സംശയിച്ചുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ രാഖി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല രാജീവേട്ട, ഞാൻ പഴയ കാലത്തിലേക്ക് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരെക്കുറിച്ചൊന്ന് ഓർത്തു, അത്രയേ ഉള്ളൂ. നിനക്ക് ഇപ്പോഴും ഞാനും ശാരികയും തമ്മിൽ വേണ്ടാത്ത ബന്ധമുണ്ടെന്നുള്ള ചിന്തയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചില്ല രാജീവേട്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എന്നോട് ക്ഷമിക്കും, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല എന്ന് രാഖി വന്ന് രാജീവനെ സമാധാനിപ്പിച്ച് പറഞ്ഞു. പാവൻ രാജീവൻ കേട്ടോ വീണ്ടും രാഖിയെ സ്നേഹിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രാഖിയെ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ രാഖി പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. രാഖിയുടെ ഉള്ളിൽ ഇപ്പോഴും ആ സംശയമൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഈ അസുഖമുള്ളത് കൊണ്ട് തന്നെ ഇനി പിണങ്ങിയിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ. ഇവിടെ ലളിതാമ്മയുടെ അസുഖം കൂടുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ജയരാമൻ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ അസുഖം കൂടുതലാണ്, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. അപ്പോൾ രാജേന്ദ്രൻ പറയുന്നത്, എന്തിനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, ഇനി അവിടെയൊക്കെ കൊണ്ടുപോയി പൈസ കളയാനായിട്ട് എൻ്റെ കയ്യിലില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മാത്രം പോരല്ലോ, ഞാൻ പൈസയും മുടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇതെല്ലാം വന്ന് എന്നോട് വന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും അല്ല ചേട്ടാ ചിന്തിക്കേണ്ടത്, എങ്ങനെയെങ്കിലും സ്വത്തുക്കളൊക്കെ നമ്മൾ അടിച്ചു മാറ്റാനായിട്ട് നോക്കണം. 2 മക്കളുടെ പേരിലേക്ക് മാത്രമേ ആക്കാവുള്ളൂ, അല്ലെങ്കിൽ 3ആയിട്ട് വീതിക്കേണ്ടി വരും, രാഖിക്ക് ഒരു ഭാഗം കൊടുക്കേണ്ടി വരും. ഇപ്പം അമ്മയ്ക്ക് വേറെ പ്രശ്നമില്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ സ്വത്തുക്കളും എടുക്കാൻ തുടങ്ങി. ഇങ്ങനെയൊന്നും പറയല്ലേ രാജ, ഈ അവസരത്തിലല്ലോ ഇതൊന്നും പറയേണ്ടതെന്നൊക്കെ ജയരാമൻ പറയുന്നു. അപ്പോഴത്തേക്ക് ആരതി ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. ആരതി ഇത് കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ട്. എന്നാലും രാജ, ഇങ്ങനെയൊക്കെ എന്തിനാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, അമ്മയെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് കാണിക്കാം, മരുന്ന് മാറ്റിയാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഭേദമായാലോ എന്നൊക്കെ ജയരാമൻ പറയുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ആരതി കയറി വന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ, നിങ്ങളൊക്കെ ഒരു മക്കളാണോ, അമ്മയ്ക്ക് ഇത്രയും വയ്യാതിരിക്കുന്നു, അമ്മയുടെ ജീവൻ രക്ഷിക്കാനല്ല നോക്കുന്നത്, സ്വത്തുക്കൾ ഭാഗം വെച്ച് എടുക്കാനായിട്ടാണ് നോക്കുന്നത്, കഷ്ടം, നിങ്ങളെയൊക്കെ സമ്മതിക്കണം, ഇങ്ങനെയുള്ള നിങ്ങളാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരതി ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. നീ ആരാ ഇവിടെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളാരും ക്ഷണിച്ചിട്ടല്ല ഞാൻ
ഇങ്ങോട്ട് വന്നെന്നും അമ്മയുടെ കാര്യം നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യുമെന്നും പറയുക കേട്ടോ ചെയ്യുന്ന ആരതി. അങ്ങനെ ലളിതാമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ആരതി പറയുമ്പോൾ ലളിതാമ്മ പറയുന്നു, വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു ത്യാഗവും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ഞാൻ അമ്മയെ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലളിതാമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാട്ടോ ചെയ്യുന്ന ആരതി. പിന്നീട് ശ്രീജയാണെങ്കിൽ രാജീവൻ്റെ ഓഫീസിൻ്റെ വാതൊക്കെ വന്ന് നിന്നുകൊണ്ട് രാജീവനെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിൽപ്പുണ്ട്, എനിക്ക് രാജീവേട്ടനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജയുടെ അടുക്കിലേക്ക് രാജീവൻ വരുന്നുണ്ട്. ഒരു അനിയത്തി എന്ന സ്നേഹത്തോടു കൂടി തന്നെ കേട്ടോ രാജീവൻ എത്തുന്നത്. അപ്പോൾ ഉടനെ ശ്രീജയുടെ മാതിരിയൊക്കെ മാറുന്നുണ്ട്. രാജീവേട്ടൻ ഇത് എന്ത് ഭാവിച്ചാണ് ഭാര്യയുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പലയിടത്തും കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി ആ സ്ത്രീയോട് പറഞ്ഞിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ആ സ്ത്രീയെ സ്നേഹിക്കുകയും ആ സ്ത്രീയുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന രാജീവന് ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത്. ആ സ്ത്രീയോ, നീ ഇപ്പോൾ പറഞ്ഞ ആ സ്ത്രീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ 2 കുട്ടികളുടെ അമ്മയുമാണ്, അവളെക്കുറിച്ചാണ് നീ ഇത്രയൊക്കെ പറയുന്നതെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. നിനക്ക് എന്ത് പറ്റി, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു ചോദിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ശ്രീജ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഈ സ്ത്രീ തന്നെയാണ് രാജീവേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസങ്ങൾ സമ്മാനിച്ചതും ഒരു ശത്രുവിനെ പോലെ കണ്ട് ആട്ടി ഓടിച്ചതുമൊക്കെ. അതെന്താ രാജീവേട്ടൻ മറന്നുപോയോ? ആ സമയത്തൊക്കെ രാജീവേട്ടന് താങ്ങും തണലായി നിന്ന് ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ്. അതെല്ലാം മറന്നിട്ടാണ് രാജീവേട്ടൻ വീണ്ടും ആ സ്ത്രീയുടെ പുറകെ നടക്കുന്നതെന്ന് പറയുന്നു. നിനക്കെന്തോ ഭ്രാന്താണെന്നും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും എൻ്റെ ഭാര്യയെപ്പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നും രാഖി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും രാഖിയെ മറന്നുകൊണ്ടുള്ള ജീവിതം എനിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്ന ശ്രീജ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അതെ, എനിക്ക് രാജീവേട്ടനെ വേണമെന്നും എന്നെ രാജീവേട്ടൻ കല്യാണം കഴിക്കുമെന്നും എല്ലാവരും തീരുമാനിച്ചതെന്ന് പറഞ്ഞു. ആര് തീരുമാനിച്ചു എൻ്റെ കല്യാണം? നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എൻ്റെ കല്യാണം തീരുമാനിക്കാൻ നീ ആരാടി? നീ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു പോരുത്, മേലെ എൻ്റെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടുപോരുത്. നിൻ്റെ മനസ്സിലിരിപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ ഭാര്യയുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കാൻ എനിക്ക് പ്രാപ്തിയുണ്ട്. അങ്ങനെ ക്ഷമിക്കാൻ കഴിവില്ലാത്തവനെ ഒരാണല്ല, അങ്ങനെ വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് നീ നിൻ്റെ ഈ മനസ്സിലുള്ള ഈ ധാരണകളൊക്കെ അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചോണം. മര്യാദയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി കടന്നു കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, കേട്ടല്ലോടിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയ്ക്ക് കണക്കിന് കൊടുക്കുക കേട്ടോ ചെയ്യുന്ന രാജീവൻ. അങ്ങനെ ശ്രീജയുടെ മുഖത്തടിച്ച് തന്നെ വിടുന്നുണ്ട്. ശ്രീജയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എത്ര ആട്ടി ഓടിച്ചാലും പിറകെ വരുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് ഡോക്ടറിനെ കാണുന്നതിന് വേണ്ടി രാഖി എത്തിയിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇതേ കുറച്ച് ഫയലുകളാണ്, ഇതിൻ്റെ പേഴ്സണൽ ലോക്കറിൽ ഇരിക്കുകയായിരുന്നു, ഇത് കൊണ്ടുപോകും. ഇതിൽ രാഖിയുടെ രോഗവിവരങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ വീണ്ടും ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ടല്ലോ എന്ന് പറയും. ഇല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ വരുള്ളൂ എന്നും എനിക്ക് ഡോക്ടറിനെ വിശ്വാസമാണെന്നും അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്നും പറയാട്ടോ ചെയ്യുന്നത്. പോസിറ്റീവായി ഇരിക്കണമെന്നും മനസ്സിൽ സന്തോഷം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ എന്നും വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരരുതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെ അസുഖം അങ്ങ് പകുതി മാറുമെന്നും പറയുന്നു. മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണമെന്നും പറയുന്നു. ഞാനിപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ജീവിതത്തെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്നും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറക്കാനും ക്ഷമിക്കാനും ഞാൻ പഠിച്ചു എന്നും പറയുന്നു. ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നുവെന്ന് ഡോക്ടർ ചോദിക്കുന്നു. എല്ലാം തീർന്നെന്നും ഇപ്പോൾ ഭർത്താവും കുട്ടികളുമായി സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്നും രാഖി പറയാട്ടോ ചെയ്യുന്നത്. ഭർത്താവിനെയും കൂട്ടി വരണം ഒരു ദിവസം എന്ന് പറയുമ്പോൾ രാഖി ഒന്നും മടിക്കുന്നുണ്ട് കേട്ടോ. ആരും ഇതൊന്നും അറിയണ്ടെന്നാണ് രാഖിയുടെ മനസ്സിലുള്ളത് കേട്ടോ. എനിക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട് ഡോക്ടർ, അതൊക്കെ ഇനി സന്തോഷത്തോടു കൂടി ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇനിയുള്ള ജീവിതം അങ്ങോട്ടേക്ക് കാത്തു വെച്ചിരിക്കുന്നതെന്നും ഒക്കെ രാഖി പറയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും വിശ്വാസക്കുറവ് വെക്കേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഡോക്ടർ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. പിന്നീട് രാഖി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരതിയെ കാണുക കേട്ടോ ചെയ്യുന്നത്. ആരതിയെ കാണുന്ന രാഖി ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ലളിതാമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക കേട്ടോ ആരതി പക്ഷേ രാഖിയും കാണുന്നുണ്ട്. രാഖിയുടെ പിറകെ ഓടുകയും ചെയ്യുന്നുണ്ട്. ആരതി ഈ സത്യം അറിയും കേട്ടോ, രാഖിയുടെ രോഗത്തെ പറ്റിയുള്ള